ഹലോ ഫ്രണ്ട്സ്, ഹായ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ചെറുപഴം കൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള ജ്യൂസാണ്. അപ്പോൾ നമുക്കത് തയ്യാറാക്കിയിട്ട് വരാം. ഞാൻ ഇതിനു വേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് 4 ചെറുപഴമാണ്. ഞാൻ ഈ പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒരു മിക്സിയുടെ ജാറിലോട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. അപ്പോൾ ഞാൻ 2 കപ്പ് പാലാണ് ഇതിനു വേണ്ടി എടുക്കുന്നത്. ഇപ്പം നമുക്ക് കുറച്ച് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തിളപ്പിച്ച് ആറിയതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത പാലാണ് ഇത്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ്. ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി 3-4 കാഷ്യൂ നട്ട്സും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 3-4 ഏലക്ക തൊലി കളഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ മിക്സിയിൽ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ മിക്സിയിൽ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള പാലും കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചെറുപഴം കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ജ്യൂസ് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.